നേരത്തെ രാഹുൽ ഈശ്വർ പറഞ്ഞ കാര്യമുണ്ടല്ലോ, ആന്റി റാഡിക്കലൈസേഷൻ ആ ഒരു ശ്രമം നടക്കുന്നുണ്ട്. അതിനനുസരിച്ച് കുറേയേറെ പേർ ശുദ്ധീകരിക്കപ്പെട്ട് വരുന്നുമുണ്ട്. പക്ഷേ തടിയൻ്റെ ഇവിടെ നസീറിനെ രാഹുൽ എന്തായാലും ആ കൂട്ടത്തിൽ കൂട്ടിയിട്ടില്ല. ഈ പ്രക്രിയയിലൂടെ ഇങ്ങനെ ചില നല്ല കാര്യങ്ങൾ നടക്കുന്നുണ്ടോ? താങ്കളുടെ ഒരു വിലയിരുത്തൽ എങ്ങനെയാണ്? ഇന്ത്യ ഇക്കാര്യത്തിൽ വളരെയധികം കാര്യങ്ങൾ ചെയ്യുന്ന രാജ്യമാണെന്ന് മാത്രമല്ല, ലോകത്തിൽ തന്നെ ഇതുപോലെ കാര്യങ്ങൾ ചെയ്യുന്ന അപൂർവം രാജ്യങ്ങളിൽ പ്രധാനപ്പെട്ട രാജ്യമാണ് എന്ന് നമ്മൾ സമ്മതിക്കണം. കാരണം വളരെ മികച്ച രീതിയിൽ ഇത് മനസ്സിലാക്കി ഇതിൻ്റെ ത്രെട്ട് ശരിക്കും പഠിച്ചിട്ടുള്ളൊരു അല്ലെങ്കിൽ പിടികിട്ടിയിട്ടുള്ള ഒരു രാജ്യം തന്നെയാണ്. പക്ഷേ ഇതിൻ്റെ മറുമരുന്നായിക്കൊണ്ട് ചെയ്യുന്ന കാര്യങ്ങൾ എത്രത്തോളം സക്സസ്ഫുൾ ആകുന്നു എന്നതിനേക്കാൾ ഉപരി ഇതിനുള്ള സംവിധാനങ്ങൾ എത്രത്തോളം ഉണ്ട് എന്നുള്ളതാണ് ഇവിടെ നമ്മളിപ്പോൾ പറഞ്ഞത് എന്നൊക്കെ നമുക്ക് കൂടുതൽ ആലോചിക്കേണ്ടി വരിക. അവിടെയാണ് ഇത്തരം ലൂപ്പ് ഹോൾസ്. ഇതിപ്പോൾ മറ്റ് കുറ്റവാളികൾക്കോ മറ്റേതെങ്കിലും പ്രൊഫൈലിൽ വരുന്ന ആളുകൾക്കോ ഉണ്ടാകുന്നതിനേക്കാൾ കൂടുതൽ ഒരു ക്യാപ്റ്റീവായിട്ടുള്ള ഒരു പോപ്പുലേഷൻ അവർക്ക് കിട്ടുമ്പോൾ അതിലൂടെ ഒരു റാഡിക്കലൈസേഷൻ ഉണ്ടാക്കി അവരുടെ ലക്ഷ്യങ്ങൾ സാധിക്കാനുള്ളൊരു എളുപ്പ വഴിയായിട്ട് പ്രിസൺ മാറുന്നത് ആണ് ഞാൻ പറഞ്ഞത് ആഗോളതലത്തിൽ തന്നെ നിലനിൽക്കുന്ന ഒരു ജയിൽ ടു ജിഹാദ് എന്ന് പറയുന്ന ഒരു വിഷയമായിട്ട് നിലനിൽക്കുന്നതാണ്. അതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ സക്സസ്ഫുൾ ആണോ ഇന്ത്യ അത് ചെയ്യുന്നുണ്ടോ? ഉണ്ട്. പക്ഷേ അതിനുള്ള സംവിധാനങ്ങൾ ഇനിയും കാര്യക്ഷമമാക്കിയില്ല എന്നുണ്ടെങ്കിൽ ഇത് ഇനിയും കൂടുതൽ കാണേണ്ടി വരും എന്നുള്ളതാണ് പറയുന്നത്. പിന്നെ ഇവിടെ പറഞ്ഞ പോലെ ഒരു വിഷയം ഞാനതിൽ പറയണമെന്ന് വിചാരിച്ചൊരു കാര്യം തന്നെ, അതായത് രാഷ്ട്രീയം നേതൃത്വം അല്ലെങ്കിൽ ഈ വിഷയത്തിനെ തള്ളി പറയാൻ വേണ്ടി വരുന്നില്ല എന്ന് നമ്മൾ കാണുന്നു. ഈ മതസംഘടന ഇപ്പോൾ സൂംബ വിവാദമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ അതൊക്കെ അനാവശ്യമായിട്ട് അവരുണ്ടാക്കി മതത്തിന് കൂടുതൽ പരിക്കുണ്ടാക്കുന്ന അവസ്ഥയിലേക്ക് കൊണ്ടെത്തിച്ചു. അതേസമയം ഈ ഒരു തടിയൻ്റെ നസീർ വരുന്നു, ആള് ചെയ്യുന്നത് ജിഹാദാണെന്ന് വരുന്നു, ആള് കാശ്മീരിലേക്ക് റിക്രൂട്ട്മെന്റ് നടത്തുന്നത് എന്തിനാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ കഴിയുന്നു. ആളുടെയൊക്കെ പ്രസംഗങ്ങളുണ്ട് പണ്ട് കാലത്തെ ഉള്ള, അതിലൊക്കെ ആൾ പച്ചയ്ക്ക് പറയുന്നതാണ്. അതായത് നിങ്ങൾ ഈ പറയുന്ന ജിഹാദിനെ ഇറങ്ങിത്തിരിക്കണം, അത് അവിടെ പോയി യുദ്ധം ചെയ്യണം, ഇത് തന്നെ പറഞ്ഞുകൊണ്ടാണ് ആളുകൾ ഇതിനകത്തേക്ക് കൊണ്ടുവന്നിരുന്നത്. അവിടെ നിന്നൊക്കെയാണ് ഇന്നിപ്പോൾ ഈ ഒരു അവസ്ഥയിലേക്ക് വരുന്നതെന്ന് പറയുമ്പോൾ ഇത് ഒരു കാലഘട്ടത്തിൽ ഇതുപോലെ വളർന്നു വന്ന ആളുകൾ പിന്നീട് അവർക്ക് ആ ഒരു അവരുടെ അവസ്ഥ മാറുന്ന ഒരു മുറ വരുമ്പോൾ കൂടുതൽ ആളുകൾ ഇൻഫ്ലുവൻസ് ചെയ്യാൻ പറ്റുന്നു എന്നോടത്താണ് ഇതിൻ്റെ പരിക്ക് നമുക്ക് പിന്നീട് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് വരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരിക്കെ ഇതിനെ നമ്മൾ കുറച്ച് കാണരുത്. ഒന്നത്. രണ്ട്, ഇതിനെ തള്ളി പറയേണ്ട ഘട്ടങ്ങളിൽ ഈ മത നേതൃത്വം വരുന്നില്ല. അവർക്ക് ഇപ്പോഴും പ്രിയം ഈ ഡാൻസും കളിയും അതിനെയൊക്കെ വിമർശിക്കുക, സ്കൂൾ സമയം മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഇപ്പോൾ നാളെ എന്തോ വലിയ പ്രക്ഷോഭം തുടങ്ങാൻ പോകുന്നു എന്ന് പറയുന്നു, അല്ലെങ്കിൽ അങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് മതം രക്ഷിക്കാൻ വേണ്ടിയിട്ട് മതത്തെ ഏതെങ്കിലും വിധേന അവിടെ ഒന്ന് ചേർത്ത് വെക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇതുപോലുള്ള ജെനുവിൻ ആയിട്ടുള്ള വിഷയങ്ങളിൽ മുസ്ലിങ്ങളായിട്ടുള്ള ആളുകൾ ഇതിനകത്ത് ഇടപെട്ട് പെട്ടുപോകുന്ന സാധ്യത ഉള്ള മേഖലകളിൽ ഇവർ വന്നുകൊണ്ട് ഇതിനെ തള്ളി പറയാനോ അവർക്കൊരു മാർഗ്ഗനിർദ്ദേശം കൊടുക്കാനോ ഇവർ ഒരിക്കലും കിട്ടില്ല. കാരണം അവിടെ അത് പറഞ്ഞാൽ അവർക്ക് ജിഹാദിനെ തള്ളി പറയേണ്ടതായിട്ട് വരും. തള്ളി പറഞ്ഞാൽ അത് മതത്തിൻ്റെ തന്നെ വശമാണെന്നുള്ളത് അവർക്ക് അറിയാവുന്നതുകൊണ്ട് അത് സാധിക്കില്ല എന്നുള്ളത് തന്നെയാണ് അവിടെ കറങ്ങി തിരിഞ്ഞ് വരുന്നത്. അപ്പോൾ ഇവിടെ ഈ മാധ്യമങ്ങളെങ്കിലും ഇതുപോലെ കൃത്യമായ രീതിയിൽ ഇത് പുറത്തെത്തിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ ചർച്ചയ്ക്ക് എടുക്കുമ്പോൾ അതിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യാണ്. ഒരു മാധ്യമമെങ്കിൽ ഒരു മാധ്യമം എന്നുള്ളത് നമ്മളവിടെ കാണുന്നത് അതുകൊണ്ടാണ്. ഈ ജിഹാദ് എന്ന് പറയുന്നത് നമ്മളെ മുടിക്കുന്ന, ഈ രാജ്യത്തെ നശിപ്പിക്കുന്ന ഒരു ആശയം തന്നെയാണ്. അത് ഇസ്ലാമിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട, നിസ്കരിച്ച് നിങ്ങൾ എന്ത് ചെയ്താലും ശരി ഈ പറയുന്ന ജിഹാദിലേക്ക് അതിലും കൂടി നിങ്ങൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒരുമാതിരി അവിശ്വാസിയായിട്ട് മരിക്കുന്നതിന് തുല്യമാണെന്ന് തന്നെ പഠിപ്പിക്കുന്ന ഒരു മതമായതുകൊണ്ട് അതിനെ അടിമുടി നമ്മൾ എതിർക്കേണ്ട സാധനമാണെന്ന് നമ്മൾ പറയുന്നു. ആ ഗൗരവത്തിൽ തന്നെ നമ്മൾ കാണേണ്ടതാണെന്ന് പറയുന്നു. ഇതെല്ലാം വഴിവെക്കുന്ന അതിലേക്കാണ്. ശരി രാഹുൽ, താങ്കൾ ഈ ജയിൽ ടു ജിഹാദ് അതിനോട് യോജിക്കുന്നുണ്ടോ? ആരിഫ് ഹുസൈൻ പറഞ്ഞതിനോട്? അല്ലല്ല, അത് ആരിഫ് ഹുസൈൻ മനസ്സിലെ മുസ്ലിം വിരോധ അവസരം കിട്ടുമ്പോൾ പ്രയോഗിക്കുന്ന മാത്രമാണ്. മുസ്ലിം വിരോധമല്ല, ഇതൊക്കെ പബ്ലിഷ്ഡ് പേപ്പറിൽ ഉള്ളതാണ്. നിങ്ങൾ വെറുതെ നുണയാണെന്ന് പറഞ്ഞേക്കരുത്. അറിയാത്ത കാര്യം അറിയാത്ത തന്നെയാണെന്ന് പറയാം. നിങ്ങൾ നുണ പറയരുത്, ഓക്കെ? തെറ്റിദ്ധരിപ്പിക്കരുത്, വെറുതെ ജിഹാദിനെ വെളുപ്പിക്കാൻ വരരുത്. ജിഹാദിനെ വെളുപ്പിക്കാൻ വരരുത്, ഓക്കെ? ജിഹാദിനെ വെളുപ്പിക്കരുത്, സമ്മതിക്കില്ല. ചർച്ചയ്ക്ക് ലൈവ് കയറാതെ ഇവിടെ ഇരിക്കുകയാണ് ഇതിന് മറുപടി പറയാൻ. അതുകൊണ്ട് എന്റെ സമയത്ത് ഞാൻ പറയുന്ന അങ്ങ് കേൾക്കാനുള്ള ബാധ്യത എല്ലാവർക്കും ഉണ്ട്. ജിഹാദിനെ വെളുപ്പിച്ചാൽ സമ്മതിക്കില്ല. മഞ്ജുഷേ, അത് മര്യാദ അറിയാം, അത് ചെയ്യിക്കരുത്. അതുകൊണ്ട് ജിഹാദ് എന്നൊക്കെ പറയുന്നത് തരാതരം അവസരത്തിൽ ഒരു ഇസ്ലാമോഫോബിയെ കുത്തിക്കേറ്റ ഒരു അവസരം കിട്ടിയോണ്ട് ചെയ്യുന്നതാണ്. അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. അതിന് പ്രസക്തി ഇല്ലെന്ന് പറയാൻ ഇന്ത്യയുടെ ആദ്യ IB ചീഫ്, മുസ്ലിം IB ചീഫായിരുന്ന വ്യക്തി, ഇന്ത്യയുടെ അതായത് ഭാരതത്തിന്റെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി പ്ലാൻ ചെയ്ത നരേന്ദ്രമോദിയുടെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊന്നായ സയ്യിദ് ആസിഫ് ഇബ്രാഹിം പറയുന്നത് എന്താ അറിയാമോ? ഈ ഡീറാഡിക്കലൈസേഷന്റെ ഏറ്റവും നല്ല വഴി നല്ല മതപഠനം കൊടുക്കുക എന്നുള്ളതാണ്. മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ നല്ല ലീഡേഴ്സിനെ വെച്ച് ജയിലുകൾക്കുള്ളിൽ നല്ല മതപഠനം കൊടുക്കുകയാണ് ഐസിസിനെ കൗണ്ടർ ചെയ്യാനുള്ള ഏറ്റവും വലിയ വഴി. പറയുന്ന ആരാണ്? ഇന്ത്യയുടെ ഔദ്യോഗികമായ മോദി സർക്കാരിന്റെ ഡീറാഡിക്കലൈസേഷൻ നല്ല പഠനം നടത്താൻ വേണ്ടി വന്ന ചേകന്നൂർ മണ്ണിന്റെ അടിയിലാണ്. ബാക്കി ആരും ആരുടെ
സംസാരിക്കുന്നില്ലല്ലോ. അപ്പൊ അതുകൊണ്ട് യഥാർത്ഥത്തിൽ നമ്മൾ ചെയ്യേണ്ടത് എന്താ, നേരത്തെ ശ്രീജിത്ത് പണിക്കർജി പറഞ്ഞ കാര്യത്തിനോട് സ്പിരിറ്റിനോട് യോജിക്കുന്നു. പക്ഷേ അതിന് ന്യൂവാൻസസ് ഉണ്ട്. അതായത് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി ആക്റ്റീവ്ലി ഇതിനെ തള്ളി പറയണം. പക്ഷേ പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി പറയുന്നത് എന്താ അറിയാമോ, ഞങ്ങൾക്ക് ഇതുമായിട്ട് ആക്റ്റീവായ യാതൊരു ബന്ധവുമില്ല, അതുകൊണ്ട് ഞങ്ങൾ എന്തിനാണ് ഇത് തള്ളി പറയുന്നത് എന്നുള്ളതാണ്. പക്ഷേ എനിക്ക് അവരോടുള്ള അഭ്യർത്ഥന, ഞാൻ അതിനെക്കുറിച്ച് തന്നെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആര് പറഞ്ഞു? ആ സ്റ്റേറ്റ്മെന്റ് ആര് പറഞ്ഞു? തള്ളി പറയാൻ കഴിയണം. ഞാൻ അല്ല, അങ്ങനെ ഒന്നും യോജിക്കുകയാണ്. പറയുന്നില്ല രാഹുലെ, ഒന്നും അങ്ങനത്തെ പറയുന്നില്ല സ്റ്റേറ്റ്മെന്റ് ആര് എന്നുള്ളതാണ്. പറഞ്ഞു? അല്ലല്ല ഞങ്ങൾ ഇതിൽ അല്ല, അത് രഹസ്യമായിട്ട് പറയുന്നതാണ്, പരസ്യമായിട്ട് ഒന്നും പറയുന്നില്ല. അല്ലല്ല, ഞാൻ അതിന്റെ മറുപടി പറയല്ലോ, ഒന്ന് കേൾക്കൂ. അതായത് ശ്രീജിത്ത് പണിക്കർ പറയുന്നതിനോട് യോജിച്ചുകൊണ്ട് പറയുകയാണ്, പലപ്പോഴും മുസ്ലിം സംഘടനകൾ അത് തെള്ളി പറയാത്തതിന്റെ റീസൺ ഞങ്ങളുമായിട്ട് യാതൊരു ബന്ധവും അതിനില്ല, അതുകൊണ്ട് ഞങ്ങൾ അത് തെള്ളി പറയേണ്ട ആവശ്യമില്ല എന്ന നിലപാടെടുക്കുകയാണ്. അത് നമുക്ക് യോജിക്കാൻ. അത് വെറുതെയാണ്. ഇതൊക്കെ നിങ്ങൾ എന്തിനാണ് ഈ ജിഹാദിനെ വെളുപ്പിക്കുന്നത്? പറഞ്ഞോട്ടെ അല്ല രാഹുൽ, അത് അവര് പറയേണ്ടത്, നമ്മൾ പറഞ്ഞുകൊണ്ട് കാര്യം. ഇതെന്തിനാ ജിഹാദിനെ വെളുപ്പിച്ച് അവരുടെ മൗത്ത് പീസ് ആവുന്ന എന്തിനാണ്? എന്തൊരു കഷ്ടമാണ്. ഒരാൾ നിങ്ങൾ സംസാരിച്ചു നുണയാണ് പറയുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റൂലേ? രാഹുൽ നുണയാണ്, പച്ച നുണയാണ് പറയുന്നത്. എല്ലാവർക്കും എല്ലാം ചെയ്യാൻ പറ്റുന്ന ഇതുപോലെ വഴി തിരിച്ചുവിടാണ്, ഈ ചർച്ചയെ വഴി തിരിച്ചുവിടാണ്. എന്താ അറിയാം മഞ്ജുഷ്, എന്തായത് രാഹുൽ പറഞ്ഞോളൂ. അല്ലല്ല, ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതിനോട് യോജിച്ചോണ്ടാണ് ഞാൻ പറയുന്നത്. അതിലെ ന്യൂവാൻസ് എന്ന് പലപ്പോഴും മുസ്ലിം കമ്മ്യൂണിറ്റി ശ്രദ്ധിക്കേണ്ട കാര്യം, അവർ തെള്ളി പറഞ്ഞില്ലെങ്കിൽ അത് തെറ്റിദ്ധാരണകൾക്ക് ഇടം കൊടുക്കും. നാളെ തെള്ളി പറഞ്ഞാൽ മാത്രമേ സിദ്ദിഖാപ്പൻ അടക്കമുള്ളവർ അനീതി നേരിടുന്നെങ്കിൽ അത് അനീതിയാണെന്ന് ഇവർക്ക് ഉറച്ചു പറയാൻ ശബ്ദം കിട്ടും. അതുകൊണ്ട് തടിയന്റെ ഇവിടെ നസീർ ആകട്ടെ, അന്താരാഷ്ട്ര തലത്തിൽ ഒസാമ ബിൻ ലാദൻ ആകട്ടെ, പ്രൂവ്ഡ് ആയ ഡൗട്ട് ഇല്ലാത്ത ഇത്തരം ആൾക്കാരെ തെള്ളി പറയാനും ആക്റ്റീവ്ലി മോശമാണെന്ന് പറയാനും, ഇവർ ഞങ്ങളിൽ ഇല്ലാന്നും നോട്ട് ഇൻ മൈ നെയിം എന്നും ഇവർക്ക് പറയാൻ കഴിയണം. എന്നാൽ മാത്രമേ പൊതുസമൂഹത്തിൽ കൂടുതൽ വിശ്വാസ്യത നേടിയെടുക്കാനും അതോടൊപ്പം നാളെ ഏതെങ്കിലും ഒരു ഏജൻസി മോശമായിട്ട് അല്ലെങ്കിൽ തെറ്റായിട്ടൊരു മുസ്ലിം സമൂഹത്തിൽ പെട്ട ആളെ വേട്ടയാടുകയാണെങ്കിൽ അത് തെറ്റാന്ന് പറയാനും കഴിയും. ഇപ്പൊ സിദ്ദിഖാപ്പൻ അടക്കമുള്ള കാര്യങ്ങളിൽ ഒരു മുസ്ലിം നേതാവ് വന്ന് ആക്റ്റീവ്ലി പറയുകയാണ്, ഞാൻ തടിയന്റെ ഇവിടെ നസീറിനെ അതിശക്തമായി തള്ളി പറഞ്ഞു, അവൻ ഞങ്ങളിലുള്ളവനല്ല. അതായത് ഒവൈസി അത് പലപ്പോഴും പറയുന്നുണ്ട്, ഐസിസ് ആർ ഡോഗ്സ് ഫ്രം ഹെൽ, അതായത് നരകത്തിൽ നിന്നുള്ള നായകളാണ് ഈ ഐസിസ് എന്ന് പറയുന്ന ഒവൈസിക്ക് കിട്ടുന്ന ക്രെഡൻഷ്യൽ നാളെ ഒരു ജെനുവിൻ വിഷയം റേസ് ചെയ്യണമെങ്കിൽ ഈ രീതിയിൽ ആക്റ്റീവ്ലി മുസ്ലിം സമൂഹം തെള്ളി പറയണം. അത് തെള്ളി പറയുന്നില്ല. ഇനി ഒരു പോയിന്റ് കൂടെ പറഞ്ഞാൽ ഇറങ്ങുകയാണ്. അതായത് ഇന്ത്യയുടെ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി എടുത്തു നോക്കൂ. അതിൽ കമ്മ്യൂണിറ്റി ട്രസ്റ്റ്, നല്ല റിലീജിയസ് എഡ്യൂക്കേഷൻ, നല്ല സ്പിരിച്വൽ കൊഹഷൻ, ഇത്തരം കാര്യങ്ങളുണ്ട്. നേരത്തെ രാജ്മോഹൻ സാർ വളരെ ശരിയായി പറയുണ്ടായി, ചില കോടതി വിധികളിൽ നമുക്ക് മഹാത്മാഗാന്ധിയുടെ പുസ്തകം വായിക്കണമെന്ന് വരെ പറയുന്നുണ്ട്. അതായത് മൈ എക്സ്പീരിയൻസ് വിത്ത് ട്രൂത്ത് വായിക്കണം. അതായത് ഇതിൽ മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാനല്ലല്ലോ പറഞ്ഞത്. ടെററിസ്റ്റുകൾ ഇതന്നെയാണ് നമ്മുടെ പ്രശ്നം. പറ്റില്ല. എന്നാൽ നേരെ തിരിച്ച് കോടതികൾ അടക്കം അക്നോളജ് ചെയ്യുന്നുണ്ട്, ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്തു പോയി തെറ്റായ പാതയിൽ പോകുന്നവർ തിരിച്ചു കൊണ്ടുവരാൻ കഴിയുന്നവർ, അവരെ തിരിച്ചു കൊണ്ടുവരാൻ കഴിയണം. ഒരു കാര്യം ആഡ് ചെയ്യാനുണ്ട്, ഈ ഡീറാഡിക്കലൈസേഷൻ സ്ട്രാറ്റജി ഉള്ളത്. അതുകൊണ്ടല്ലേ തമിഴ്നാട്ടിലടക്കം നൂറുകണക്കിന് ആളുകളെ, കൃത്യമായ കണക്കുണ്ട്, നൂറുകണക്കിന് ആളെ കൊണ്ടുവരുന്നത്. മോദി ഗവൺമെന്റ് ആണ് ഇത്രയും വൈബ്രന്റ് ആയിട്ടൊരു ഡീറാഡിക്കലൈസേഷൻ ഡീറാഡിക്കലൈസേഷൻ ഉണ്ട്, തീവ്രവാദ പ്രവർത്തനങ്ങളിൽ നിന്ന് തിരികെ കൊണ്ടുവരുന്നുണ്ട് എന്ന കാര്യത്തിൽ സംശയമില്ല. രാഹുൽ, കുറച്ച് സമയം കൂടി, അല്പസമയം കൂടി ഇരിക്കണേ. എന്താണ് ആരിഫ് താങ്കൾക്കുള്ള വിയോജിപ്പ്? രാഹുൽ, കുറച്ച് സമയം കൂടി. ആരിഫ്, എന്താണ് വിയോജിപ്പ്? നമ്മളിവിടെ ഈ ജിഹാദി ഭീകരതയെ കുറിച്ച് പറയുമ്പോൾ അത് കൊണ്ടുവന്നത് ഒരു മുസ്ലിമാണ് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഇവിടെ കുറെ നല്ല മുസ്ലിങ്ങളുണ്ട് എന്നതിന്റെ പേരിലോ, അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാൻ പറഞ്ഞു എന്നതിന്റെ പേരിലോ ഈ ഭീകരത ഇല്ലാതെയാവുന്നില്ല. നിങ്ങൾ ഒന്നുകൂടി ആലോചിക്കുക, ഇവിടെ ഗാന്ധിജിയുടെ പുസ്തകം വായിക്കാനാണ് പറഞ്ഞത്, മുഹമ്മദ് നബിയുടെ പുസ്തകം വായിക്കാൻ അല്ലെങ്കിൽ ഇസ്ലാമിലെ ഏതെങ്കിലും പുസ്തകം വായിക്കാനല്ല പറഞ്ഞത്. മാത്രമല്ല ഈ നല്ല മതപഠനം കൊടുക്കണം എന്ന് പറഞ്ഞു. ഇനി ഏതാണ് ഈ നല്ല പഠനം? ഇവരെല്ലാം മദ്രസയിൽ പഠിച്ച് അവിടുന്ന് ഗ്രാജുവേറ്റ് ചെയ്ത് PhD എടുത്ത് വന്ന ആളുകളാണ്. ഇപ്പോൾ ഒസാമ ബിൻ ലാദൻ എടുത്താലും അതല്ലെങ്കിൽ ഇപ്പോൾ ബാഗ്ദാദി എന്നൊക്കെ പറഞ്ഞാൽ ഇസ്ലാമിന്റെ PhD സ്കോളറാണ്. ഇനി ഏത് ഇസ്ലാമിനെ കുറിച്ച് പഠിപ്പിക്കണം എന്ന് ഇവർ പറയുന്നത്. അപ്പം നമ്മളിവിടെ ക്ലിയർ ആയിട്ട് പറയണം ഇതിൽ വിഷയം ഏതാണ്. യു ഹാവ് ടു കോൾ എ സ്പെയ്ഡ് എന്ന് പറയുന്നത് അവിടെയാണ് പ്രസക്തമാവുന്നത്. ഇതിനകത്ത് ഈ പ്രശ്നം ഇതാണ്, ഈ ഗിൽറ്റ് കോംപ്ലക്സ്. നമ്മളിപ്പോൾ ഏറ്റവും ഒടുവിൽ കണ്ടു ഈ നമ്മളെ സൈഫി ആ ട്രെയിൻ കത്തിച്ച കേസിൽ അയാൾ പറഞ്ഞല്ലോ, അയാളുടെ ഗിൽറ്റ് കോംപ്ലക്സിൽ നിന്ന് അയാൾക്ക് ഉണ്ടായിട്ടുള്ള പാപമോചനം തേടി അയാൾ ഇതുപോലെ കണ്ടിട്ടാണ് ഈ പറഞ്ഞ ജിഹാദിന് ഇറങ്ങി തിരിച്ചതെന്ന് ആൾ പറയുമ്പോൾ അത് ആ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യാൻ നമ്മളുടെ സെക്യൂരിറ്റി സിസ്റ്റം എത്രത്തോളം പ്രാപ്തമാണ്, ആ ഐഡിയോളജിക്കലായിട്ടുള്ള വിഷയത്തെ എത്രത്തോളം അഡ്രസ്സ് ചെയ്യാൻ നമ്മൾ പ്രാപ്തമാണ് എന്നുള്ളിടത്താണ് ഇതിൻ്റെ വിഷയം കിടക്കുന്നത്. ഇത് കണ്ടുപഠിക്കേണ്ടത് എവിടുന്ന? അവിടെയാണ് ഈ ഇസ്രായേലിൻ്റെ ആ ചില ആക്ഷൻസ് നമ്മളവിടെ എടുത്തു പറയേണ്ടതായിട്ട് വരിക. അവരൊരിക്കലും ആ ഭാഗത്തുള്ള ജനങ്ങളെ അല്ല ശത്രുവായിട്ട് കാണുന്നത്. അവരതിന് വിളിക്കുന്നത് തന്നെ ദിസ് ആൻ ഒരു വാർ ഓഫ് ആൻ ഐഡിയോളജി എന്നാണ് അവരെന്നെ വിളിക്കുന്നത്. കാരണം അവിടെ ഒരു ബാർബറിസം, ഒരു സിവിലൈസേഷനും അതുപോലെ തന്നെ ഒരു ആൻറ്റിസെമിറ്റിസം എന്നൊക്കെ പറയുന്ന ആ മതത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള വിഷയമാണ് അവിടുത്തെ വിഷയം എന്ന് പറയുന്ന പോലെ ഇതിൻ്റെ പ്രശ്നം ഈ ജിഹാദി ഇൻഫ്ലുവൻസ് ആണ്, ഈ ദാവ ഇൻഫ്ലുവൻസ് ആണെന്ന് പറയുമ്പോൾ അത് എവിടെയൊക്കെ സംഭവിക്കാം. അത് ഈ പറയുന്ന അമ്പലത്തിൽ വേണേൽ സംഭവിക്കാം, പള്ളിയിൽ സംഭവിക്കാം, എവിടെയും സംഭവിക്കാം, ഈ പറയുന്ന ജയിലിലും സംഭവിക്കാം എന്നതും കൂടിയാണ് ഇവിടെ തെളിയുന്നത്. ജയിൽ ടു ജിഹാദ് എന്ന ടേമാണ് ഇതിൽ ആരിഫ് ഹുസൈൻ ആശ്രയിക്കുന്നത്. മഞ്ജുഷ് കേട്ടില്ല? ജയിൽ ടു ജിഹാദ് എന്നാണ് ആരിഫ് ഹുസൈൻ പറയുന്നത്. അല്ല, അത് ആരിഫിന്റെ ആ വാദത്തിനെ സാധൂകരിക്കുന്നതാണല്ലോ ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കാരണം
ഒരു ഹൈ സെക്യൂരിറ്റി പ്രിസണർ, അയാൾക്ക് ജയിലിൽ കിടന്നുകൊണ്ട്, അതും ബാംഗ്ലൂർ പിന്നെ പരപ്പന അഗ്രഹാര ജയിൽ പോലെയുള്ള ഒരു സ്ഥലത്ത് കിടന്നുകൊണ്ട് അയാൾക്ക് മറ്റുള്ള ആൾക്കാരെ സ്വാധീനിക്കുന്നതിനും അതിനു വേണ്ടിയിട്ട് സംവിധാനത്തിനെ പ്രയോജനപ്പെടുത്തുന്നതിനും അതിനുവേണ്ടി വളരെ ടൈൻറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടറുള്ള അബ്സ്കോണ്ടിങ് ആയിട്ടുള്ള ഒരു വ്യക്തിയുടെ മാതാവിനെ പോലും ഉപയോഗിക്കുന്നതിനുമൊക്കെ അയാൾക്ക് സാധിക്കുന്നുണ്ടെങ്കിൽ അവിടെ നടന്നിരിക്കുന്നത് ജയിൽ ടു ജിഹാദ് തന്നെയാണ്. അക്കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള തർക്കവുമില്ല. അപ്പോൾ നമ്മുടെ കൺമുന്നിലുള്ള കാര്യത്തിനെ നമുക്ക് ഇഗ്നോർ ചെയ്തുകൊണ്ട് നമുക്ക് ആരെയും പ്രൊട്ടക്ട് ചെയ്യേണ്ടുന്ന കാര്യമുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഇപ്പോൾ ശ്രീ രാഹുൽ ഈശ്വർ ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം, പല ഇസ്ലാമിക സംഘടനകളും ഇതിനെ തള്ളി പറയാത്തതിൻ്റെ കാരണം ഇത് ഞങ്ങളിതിലില്ലാത്തത് കൊണ്ടാണ്, ഇത് ഞങ്ങളെ ബാധിക്കുന്നതല്ല എന്നതുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെ ആണെങ്കിൽ ഹമാസിൽ നിങ്ങളുണ്ടോ? ഇല്ലല്ലോ. പക്ഷെ നിങ്ങൾക്ക് ഹമാസിൻ്റെ വിഷയത്തിൽ ഒരു പൊസിഷൻ ഉണ്ടല്ലോ, അല്ലേ? പാലസ്തീനിൽ നിങ്ങളുണ്ടോ? ഇല്ല. പക്ഷെ പാലസ്തീനെ കുറിച്ച് നിങ്ങൾക്കൊരു പൊസിഷൻ ഉണ്ട്. അപ്പോൾ ഇവിടെ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് പൊസിഷൻ ഇല്ലാതിരിക്കുന്നത് എന്നുള്ളതാണ് ചോദ്യം. ഞാൻ പറഞ്ഞത്, ഈ നാട്ടിലുള്ള എല്ലാ കാര്യത്തിനെ പറ്റിയും അഭിപ്രായം പറയുന്ന നിരവധി സംഘടനകളുണ്ട്. അങ്ങനെയുള്ള സംഘടനകൾ എന്തുകൊണ്ട് ഈ വിഷയത്തിൽ ഒരു പൊസിഷൻ എടുക്കുന്നില്ല എന്നുള്ളതാണ് ചോദ്യം. പിന്നെ രാഹുൽ ഈശ്വർ പറയുന്ന ആ ഒരു വാദത്തിന് നമ്മൾ മുഖവിലേക്ക് എടുക്കുന്നു എന്ന് കരുതിക്കോളൂ. അതായത് പിന്നെ ഞങ്ങൾ ഇതിലില്ലാത്തത് കൊണ്ടാണ് ഞങ്ങൾ ഇതിനെക്കുറിച്ച് പറയാത്തത് എന്നുള്ളതാണ് ഈ സംഘടനകൾ പറയുന്നത്. ഏത് സംഘടനയാണ് ഇത് പറഞ്ഞത്? ഞാൻ കേട്ടിട്ടില്ല. നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഈ മറ്റു പല വിഷയങ്ങളിലും അഭിപ്രായം പറയുന്ന ഏതെങ്കിലും ഒരു മതസംഘടന ഈ വിഷയത്തിൽ ഞങ്ങൾ അതിലില്ല, അതുകൊണ്ടാണ് ഞങ്ങൾ ഇതിനെപ്പറ്റി അഭിപ്രായം പറയാത്തത്, ഇനി ഇങ്ങനെയുള്ള ആൾക്കാരെ ഒന്നും ഞങ്ങൾ ഉൾക്കൊള്ളുന്നില്ല, ഞങ്ങളെ അവർ തള്ളി പറയുകയാണ് എന്ന് എന്തുകൊണ്ടാണ് പറയാത്തത്? അങ്ങനെ ആരും പറഞ്ഞതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. രാഹുൽ ഈശ്വർ കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. മഞ്ജുഷ് കണ്ടിട്ടുണ്ടെങ്കിൽ പറയാം. ആരും ശരി, അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല, പരസ്യമായിട്ട് അങ്ങനെ ഒരു നിലപാട് എടുക്കുന്നില്ല. നന്ദി. ഞാൻ തീവ്രവാദികൾക്ക് മയ്യത്ത് നിസ്കരിച്ചിട്ടുണ്ട് ഇവിടെ, അതും നമ്മൾ ഓർക്കണം. എക്സാക്ട്ലി അങ്ങനെയുള്ള മയ്യത്ത് നിസ്കാരം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടന്നിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ആ സമയത്ത് നല്ല മതപഠനം നൽകണമെന്നത് ഡീറാഡിക്കലൈസേഷൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉപയോഗിക്കുന്നത് എങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? അല്ലാതെ അവർക്ക് കിട്ടുന്ന മതപഠനം മോശമാണെന്നല്ലേ ഇതിനർത്ഥം? ആ മതപഠനം ആരാ കൊടുക്കുന്നത്? എവിടെ നിന്നാണ് അത് തുടങ്ങുന്നത്? എത്ര കാലമാണ് അത് നടത്തുന്നത്? അപ്പൊ അതിന് പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ ശരി ശ്രീ, ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കഴിഞ്ഞു. അതുകൊണ്ടാണ്. നന്ദി ശ്രീ ടി കെ രാജ്മോഹൻ, ശ്രീ പണിക്കർ, ശ്രീ ആരിഫ് ഹുസൈൻ, ശ്രീ രാഹുൽ ഈശ്വർ.